ഹലോ മക്കളെ, പനിയായി പൊന്നു മക്കളെ. ഞാൻ വീണ്ടും വന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഞാനിന്ന് മീൻ മേടിച്ചില്ല. ഉച്ചയ്ക്ക് എന്നും നിങ്ങൾക്ക് മീനിൻ്റെ കാര്യമുള്ളൂന്ന്. അല്ല പൊന്നുവനെ, എന്തേലും പറയണ്ടേ? പിന്നെ ഇന്ന് ചോറൊന്നുമില്ല. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചോറും വെച്ച്, പിന്നെ മുട്ടക്രോസ് തോരനും വെച്ച്, പിന്നെ രസം ഇരിപ്പുണ്ട്. അത്രയേ ഉള്ളൂ. എൻ്റെ അണ്ണനും ഇന്ന് പനിയായി ആശുപത്രി പോയിട്ടുണ്ട്, ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ. പിന്നെ മോള് വന്നതാ കുളിക്കാതെ കൊണ്ടൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അങ്ങോട്ട് മാറ് പൊന്നു പൂച്ചകളെ. അങ്ങനെ പൊന്നൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് എനിക്കൊന്നൊരു തലവേദനയായിരുന്നു, ശരീരം മൊത്തം വേദനയും. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാൻ പോയോ? ഞാൻ ഡ്രസ്സൊന്നും എടുക്കാൻ പോയില്ല. നമ്മൾ പിന്നെ ഡ്രസ്സ് എടുക്കാനൊന്നും പോയില്ല. നമുക്കിവിടെ ഒരു അരുണെന്നും പറഞ്ഞൊരു ചെറുക്കനുണ്ട്, ശനിയാഴ്ചക്കാരൻ. അയാൾ വരുമ്പം ഒരു ഷർട്ടും മുണ്ടും പിന്നെ കുഞ്ഞിന് മോക്കൊരു ചുരിദാറോ ഒക്കെ മേടിക്കും. അതാകുമ്പോൾ തുച്ഛമായ പൈസ ആകത്തുള്ളൂ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം എനിക്ക് നൈറ്റി എടുത്തില്ലായിരുന്നു. നമുക്കില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി 3 നൈറ്റി 2 ഷാളും മേടിച്ചു. 3 നൈറ്റി മേടിച്ചു. സത്യമായിട്ട് എനിക്ക് നൈറ്റി കൂതറ 2-3 നൈറ്റികളായിരുന്നു. അത് മാറിയും തിരിഞ്ഞും കഴുകിയിട്ട് ഉണക്കി കഴുകിയിട്ട്. പിന്നെ എന്തായാലും ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ 3 നൈറ്റി മേടിച്ചു. അതുകൊണ്ട് എനിക്ക് ഓണത്തിന് നൈറ്റി മേടിക്കണ്ട, ഞാൻ കോളടിച്ചില്ലേ. പിന്നെ ആയൂരൊന്നും പോയില്ല. പിന്നെ ആയൂർ പോകണം. എനിക്ക് എൻ്റെ കമ്മൽ മുക്കാൻ കൊണ്ട് കൊടുക്കണം, മാല മുക്കാൻ കൊണ്ട് കൊടുക്കണം. നമ്മൾ വീട്ടിൽ ആരെങ്കിലും പോകുന്നില്ലേ, അതുകൊണ്ട്. എന്തൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെ വിശേഷങ്ങൾ? മീനൊക്കെ മേടിച്ചോ? അപ്പൂപ്പനെ, അമ്മൂമ്മേനെ, അമ്മയും ചേച്ചിയും എല്ലാവരും ഞാൻ തിരക്കിയെന്ന് പറയണം. പിന്നെ വൈകുന്നേരം നമ്മളിന്ന് റോഡിലിറങ്ങി വന്ന് നിൽക്കുക കേട്ടോ. അതാണ് കേട്ടോ വഴിവിളക്കൊക്കെ ഇട്ട് ഞങ്ങൾ വന്ന് കണ്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വഴിവിളക്ക് എവിടെ അമ്മു? അയ്യോ, അതുകൊണ്ടാണ് വഴിവിളക്കൊക്കെ ഇട്ട്. പിന്നെ എനിക്ക് ചെടിയൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ, ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്തായാലും പിന്നെ ബിഗ് ബോസൊക്കെ എല്ലാവരും കാണാറില്ലേ? കൊള്ളാമല്ലേ? ഒന്നോർത്ത കഷ്ടമായിപ്പോയി. അപ്പോൾ പോയിട്ട് നമ്മളെന്തേലും പറയുകയൊക്കെ ചെയ്താൽ പിന്നെ അതുകൊണ്ട് നമ്മളെല്ലാം പെണ്ണുങ്ങളല്ലേ, പാവം. ലാലേട്ടൻ വന്ന്. ലാലേട്ടൻ പറയുന്നത് 7ൻ്റെ പണിയെന്നാണ് പറയുന്നത്. 8ൻ്റെ പണി കൊടുക്കണം രേണുസുതിക്കല്ലേ, പാവം. നമ്മളൊരു പെണ്ണായിട്ടാന്നേ സത്യം പറഞ്ഞ. എങ്കിൽ ശരി മക്കളെ. പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹങ്ങളും എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വയ്ക്കട്ടെ, ശരി എന്നാൽ.